ചെസ്റ്റ് സൈസ് 34 വരുന്ന ഒരു കുർത്തി തയ്ക്കാൻ വേണ്ട അളവുകൾ നമുക്ക് നോക്കാം. നമുക്ക് നെക്ക് വിഡ്ത്ത് വേണ്ടത് 34 സൈസ് വരുന്ന ഒരാളുടെ നെക്ക് വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. ഷോൾഡർ വരുന്നത് 15 ഇഞ്ച് ബൈ 2, 6.5 ഇഞ്ച് 7 ഇഞ്ചൊക്കെ മതിയാവും നമുക്ക്. അതായത് ഈ 15 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ അളവെടുക്കുന്ന ആളുടെ പുറം വിരിവ്, ആ പുറം വിരിവ് എത്രയാണ് വരുന്നതെന്ന് നോക്കുമ്പോൾ 15 ഇഞ്ചായിരിക്കും കിട്ടുന്നത്. അതിനെ പകുതി കാണുക, അതാണ് ഈ 6.5 or 7 എന്ന് പറയുന്നത്. തുണി നമ്മൾ 4 മടക്കിയിട്ടിട്ട് അളവെടുക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ പകുതി കാണുന്നത്, 15-ൻ്റെ പകുതി കാണുന്നത്. അടുത്തത് ബാക്ക് നെക്ക് വിഡ്ത്ത് 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ചൊക്കെ എടുക്കാം നമുക്ക്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവെടുക്കുക. പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ സൈസ് അത് 5 ഇഞ്ചോ 5.5 ഇഞ്ചോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. 5.5 ഇഞ്ച് എടുക്കുക എന്ന് പറയുമ്പോൾ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ചും കൂടെ, തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആം ഹോളാണ്. ആം ഹോൾ എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് വരുന്നത്. 6 ഇഞ്ചും അതിൻ്റെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ചും കൂടെ ചേർത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ 6 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അളവെടുത്ത് ആ ഒരു അളവ് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ. പിന്നെ അതുപോലെ ബാക്ക് പാർട്ട്, ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ടിനെ കഴിഞ്ഞ് 1/2 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ കുഴിച്ച് ഇറക്കി വിട്ടുക. അത് നമ്മൾ ഫ്രണ്ട് കൈ അടിച്ച് വരുമ്പോഴത്തേക്ക് കൈയുടെ ആം ഹോൾ അവിടെ കറക്റ്റായിട്ട് ഷേപ്പായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ 1.5 ഇഞ്ച് ബാക്ക് പാർട്ടിനെ കഴിഞ്ഞ് കുഴിച്ച് വെട്ടുന്നത്. അടുത്തത് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെസ്റ്റ് നമുക്ക് വരുന്നത് 34 ഇഞ്ചാണ്. ആ 34-നെ 4 കൊണ്ട് ഹരിക്കുക. അതായത് നമ്മൾ 4 പീസായിട്ട് മടക്കിയിട്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ 34 4ആയിട്ട് ഭാഗിക്കുക. അപ്പോൾ നമുക്ക് 8.5 എന്ന് കിട്ടും. 8.5യുടെ കൂടെ നമുക്ക് ഈ സീം അലവൻസ് ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടുക. അപ്പോൾ കിട്ടുന്നത് 10.5 ഇഞ്ചായിരിക്കും. അതാണ് നമ്മുടെ ചെസ്റ്റ് സൈസ്. 10.5 എന്നുള്ളതാണ് നമ്മുടെ ചെസ്റ്റ് സൈസ് വരുന്നത്. അത് നമ്മുടെ കൈക്കുഴിയുടെ ആ ഭാഗത്ത് വേണം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അടുത്തത് നമുക്ക് വേണ്ടത് വേസ്റ്റ് ലെങ്താണ്. ഷോൾഡറിൻ്റെ അവിടെ തുടങ്ങി നമ്മുടെ ചെസ്റ്റിൻ്റെ താഴെ വരെ വരുന്ന ആ ഒരു ലെങ്താണ്, ഷേപ്പ് അടിക്കാൻ വരുന്ന ലെങ്താണ് വേസ്റ്റ് ലെങ്ത്. വേസ്റ്റ് ലെങ്ത് നമുക്ക് 14 ഇഞ്ച് ഒക്കെ മതിയാവും. 34 ഇഞ്ച് 34 ചെസ്റ്റ് സൈസ് വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേസ്റ്റ് ലെങ്ത് വരുന്നത് 14 ഇഞ്ചാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത്, അടയാളപ്പെടുത്താനുള്ളത് വേസ്റ്റ് റൗണ്ടാണ്. വേസ്റ്റ് റൗണ്ട് ചെസ്റ്റ് സൈസ് 34 ഉള്ള ഒരാൾക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് 32 ഇഞ്ച് ഒക്കെ ആയിരിക്കും. ആ 32 ഇഞ്ചിന് 4ആയിട്ട് ഭാഗിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസ് 2 ഇഞ്ചും കൂടെ കൂട്ടി 10 ഇഞ്ച് എന്നായിരിക്കും വേസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടുക. ഇതിന് നമ്മൾ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുമ്പോൾ ചെസ്റ്റ് സൈസ് എത്രയാണോ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് വേണം ഇവിടെ അടയാളപ്പെടുത്താൻ. നമുക്ക് ഇവിടെ ചെസ്റ്റ് കിട്ടുന്നത് 10 ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 കുറച്ച് 9 അടയാളപ്പെടുത്തുക. ഇവിടെ നമ്മൾ 10.5 എന്ന് കിട്ടിയതിന് 11 ആക്കി റൗണ്ട് ചെയ്ത് ചെസ്റ്റ്
നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം വേസ്റ്റ് റൗണ്ട് നമ്മൾ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 11-ൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. എപ്പോഴാണെങ്കിലും നമ്മൾ തുടക്കത്തിൽ അടയാളപ്പെടുത്തുന്ന സമയത്ത് അളവുകൾ അടയാളപ്പെടുത്തുന്ന സമയത്ത് ചെസ്റ്റ് സൈസിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടായിരിക്കും വേസ്റ്റ് റൗണ്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അടുത്തത് നമുക്ക് സ്ലിറ്റ് ലെങ്ത്താണ് നോക്കേണ്ടത്. സ്ലിറ്റ് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ വരെ ഉള്ളതാണ് സ്ലിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 34 ചെസ്റ്റ് സൈസ് വരുന്ന ഒരാൾക്ക് സ്ലിറ്റ് എന്ന് പറയുന്നത് ഒരു 21 ഇഞ്ച് ആ ഒരു ഭാഗം കൊണ്ടായിരിക്കും വരുന്നത്. പിന്നെ ഹിപ്പ് റൗണ്ട് നോക്കുക. ഹിപ്പ് റൗണ്ട് 36 ഒക്കെയാണ്. ഒരു 34 ചെസ്റ്റ് സൈസ് വരുന്ന ഒരാൾക്ക് ഹിപ്പ് റൗണ്ട് 36 വരുന്നത്. അതിന് 4 ഭാഗിക്കുക. അപ്പോൾ നമുക്ക് 9 കിട്ടും. 9ൻ്റെ കൂട്ടത്തിൽ ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി 11 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ചുരിദാറിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 40 മുതൽ 42 ഇഞ്ചൊക്കെ മതിയാവും. ഓരോരുത്തരുടെ പൊക്കത്തിനനുസരിച്ച് എത്ര വേണം ഇറക്കം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇറക്കം എത്രയാണെന്നുള്ളത് അളന്നെടുക്കണം. ഫുൾ ലെങ്ത് എത്രയാണ് വരുന്നതെന്ന് നോക്കുമ്പോൾ ഒരു 40 ഇഞ്ച് മുതൽ 42 ഇഞ്ചൊക്കെയാണ് ഫുൾ ലെങ്ത് വരുന്നത്. ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടം മുതൽ ഇങ്ങനെ സൈഡ് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ആദ്യം ബാക്കിലെ പീസ് കട്ട് ചെയ്യുക. ബാക്കിലെ പീസ് നെക്ക് കട്ട് ചെയ്യുക. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പീസ് മാറ്റി വയ്ക്കുക. ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് വെട്ടിയെടുക്കുക. അതിനുശേഷം കൈക്കുഴി ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടി കൊടുക്കുക. ബാക്കിലതിന് കഴിഞ്ഞ് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ കുഴിച്ച് വെട്ടി കൊടുക്കുക. എങ്കിലാണ് നമുക്ക് ഫ്രണ്ട് ഷേപ്പായി കൈക്കുഴി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 34 ചെസ്റ്റ് സൈസ് വരുന്ന ഒരു കുർത്തിയുടെ അളവുകൾ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.